3 sevens are 21. 4 sevens are 20. വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ടൈം. റോളി പോളി ബേക്കിനുള്ള മിക്സ് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ബേക്ക് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഈ മിക്സ് നമുക്ക് 5 മിനിറ്റ് ഓവനിൽ വെക്കാം. ഈ ബേക്കിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മുട്ട, പാല്, മൈദ, ബ്രെഡ്, മിൽക്ക് മെയ്ഡ് ഇതൊക്കെയാണ്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഡിഷാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഡിഷാണിത്. സമയം കൊണ്ട് നമുക്ക് റെഡിയാക്കി വെക്കാം. അതിന് വേണ്ടത് റേസിൻസ്, ട്യൂട്ടി ഫ്രൂട്ടി, കസ്കസ്, നട്ട്സ് ഇതെല്ലാം നമുക്ക് വെക്കാം. കാണാൻ ഭംഗിയാണ്. നല്ല ഇഷ്ടമാണ്. ആ ബത്തൊക്കെ നീ ഇപ്പൊ തിന്നിട്ടല്ലേ ഉള്ളൂ. അപ്പേക്ക് വിശന്നോ? റോളി പോളി ബേ റെഡി. കണ്ട നീ ഉമ്മാനെ കണ്ടുപിടി. റോളി പോളി ബേക്ക് എനിക്ക് ഉണ്ടാക്കി തരോ? ടേസ്റ്റ് ഇല്ലാത്ത ഫുഡായിരിക്കും അല്ലേ? എന്നാ എനിക്ക് വേണം. അടിച്ചിട്ടുണ്ടല്ലോ ഒരു റോളി പോളി ബേക്ക്. അപ്പന്റെ മോനല്ലേ, പറഞ്ഞിട്ടെന്താ കാര്യം? അപ്പാ, അപ്പനെ കാണാൻ ആരെ പോലെ ഞാൻ പറയട്ടെ? ഞാൻ പറയാം. ദുൽഖർ സൽമാൻ. പിന്നെ ആരാടാ? ഫഹദ് ഫാസില. പിന്നെ എന്നാ പിന്നെ നീ തന്നെ നമ്മള് കൂട്ടിക്കിടങ്ങും ജാക്കിയും പോലെ. കൂട്ടിക്കിടക്കണ ജാക്കിനെ പോലെ. അപ്പൊ പിന്നെ നീ ആരടാ? ജാക്കിയുടെ കുഞ്ഞോ? നീ അപ്പന്റെ പൊന്നു പോലെയല്ലടാ. അപ്പൻ ജാക്കി, നീ ജാക്കിയുടെ കുഞ്ഞ്. ചേച്ചി ഷോർട്ടാണ്. ഇങ്ങനെ ചെയ്താലുള്ള പഠിച്ചോണ്ട് 10 മാസം വയറ്റിക്കൊണ്ടു നടന്നോ? പിന്നെ 50 ഏക്കറായിരുന്നില്ല. ആ 10 ദിവസം അതിനുള്ളിൽ ചുരുളു പിടിക്കെടുക്കാൻ പെട്ട പാടി എനിക്കേ അറിയൂ. ഓനോട് എന്താ കാണിച്ചു? നിങ്ങൾ കണ്ടില്ല? നീ ചുമ്മാരുന്നേ. ഇതൊക്കെ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ചെറുക്കിന് 2 ദിവസം ക്ലാസ്സിൽ പോകാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ അടിച്ചോട്ടപ്പാ. കണ്ടോ നിങ്ങള് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പഹയം പറയണ കേട്ടിനാ? അതൊക്കെ കേട്ടി. നീ ചെന്നേ അവരൊക്കെ വച്ചിട്ടുണ്ട് പഹയ. നീ എന്നാടാ വാരിട്ടെ? അപ്പ ലവ് മാരേജ് ഈ നാലേനി കിട്ടിയില്ലു. എന്ത് പറഞ്ഞാലും കണ്ടീന കേട്ടീന പോയിന. എന്നാ ചെയ്യാനടാ? പെട്ടുപോയിന്ന് പറഞ്ഞാ മതിയല്ലോ. എന്നാലും എങ്ങനെ വീണെന്ന് എനിക്ക് തിരിയാത്തത്. എങ്ങനെയുണ്ടായ മണം? സൂപ്പർ അല്ലേ? ഇതിനേക്കാളും കിടിലനൊരു മണം ഞാൻ +1 പഠിക്കുമ്പോ വന്നെന്റെ മോനെ. നല്ല ഇറച്ചിപ്പത്തിരിയുടെ മണം. അന്നു മുതൽ ഞാൻ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ അവക്കൊരു റെഡ് ബാൻഡ് കൊടുത്തിട്ട് പറഞ്ഞു, എന്നെ ഇഷ്ടമാണ്, നാളെ ഇത് കൈ കെട്ടിക്കൊണ്ടുവരണമെന്ന്. അടുത്ത ദിവസം ഞാൻ അവളെ കാത്തു നിന്നു. ആണ്ടേ വരുന്നു നിന്റെ ഉമ്മച്ചി. എല്ലാ പ്രണയങ്ങളിലും വിസ്മയിപ്പിക്കുന്ന ഒരു കുസൃതി ഒളിഞ്ഞു കിടക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയത് അന്നായിരുന്നു. +2 കഴിഞ്ഞ ഉടനെ അവളെ പിടിച്ച് കെട്ടിച്ചു വിടുമെന്ന് വീട്ടുകാർ പറഞ്ഞപ്പോൾ ഞാൻ അവളെ ഒന്ന് കെട്ടി. വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായില്ല? പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി. ബട്ട് ദ റിയൽ പ്രോബ്ലം സ്റ്റാർട്ടഡ് ആഫ്റ്റർ 1 year. What was that, Appa? When I think about that problem, എൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓടി വരുന്നത് ഒരു മുറി നിറച്ച തൊട്ടിലുകളാണ്. അതിലെ ഒരു തൊട്ടിലിൽ നിന്ന് ഒരു കുഞ്ഞിക്കാല് പുറത്തേക്ക് വന്നു. So Ryan Philip was born, right? അപ്പോൾ ഞാനൊരു പ്രോബ്ലം അല്ലേ? അങ്ങനെ 19ാം വയസ്സിൽ
ഞാനൊരു അപ്പനാണ്. മക്കളെ വളർത്താനുള്ള മെച്യൂരിറ്റി ഒന്നും ഞങ്ങൾക്കില്ലാന്നും പറഞ്ഞ് കളിയാക്കിയവരോട് ഞാൻ പറയും, എൻ്റെ മോൻ റയാൻ അത്രയ്ക്ക് കുരുത്തക്കേടൊന്നും കാണിക്കാറില്ല. റയൻ ഫിലിപ്പ് RS. ആബ്സെൻസാ. രാമരമണ രാജീവനന്ദനൻ. ആബ്സെൻസാ. ഇന്നസെന്റ് P. വർഗീസ്. ആബ്സെന്റ്. ജഹാംഗീർ R. ആബ്സെൻസാ. നാലിനോട് എവിടെ പോകുമ്പോഴാൻ പോയതാണാവോ. ഡിവൈഡഡ് ബൈ 6. 6 into 6. എടാ പപ്പൻ വന്നടാ. 36. ഈ കാലം മറന്ന് നടിച്ച് തൊലി പൊളിക്കലോ. ആരൊക്കെയാ ഇത്? കേറി വാ മക്കളെ. കമിൻ കമിൻ കമിൻ. കേറി വാ, അകത്തേക്ക് വാ. ഇതെന്താ മക്കളെ ഒരുമാതിരി പേടിച്ച്? നിങ്ങളുടെ ക്ലാസ്സില് ധൈര്യമായിട്ട് കേറി വാ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. അവന്റെയൊക്കെ ഒരു കോലം, കഷ്ടം. സ്കൂളിലോട്ട് തന്നെയാണോടാ വന്നത്? അവന്റെയൊക്കെ ഒരു ഷർട്ടും കുറെ കറയും. കറ നല്ലല്ലേ സാറേ? ആണ്, വളരെ നല്ലതാ. പൊക്കോണം അവിടുന്ന്. നോൺസെൻസ്. ആഹാ, അപ്പോഴേക്കും 4 കൂടെ സിംഹാസനത്തിൽ കയറി ഇരുന്നോ? സാറുമാരോട് പോകാനേ പറഞ്ഞുള്ളൂ, ഇരിക്കാൻ പറഞ്ഞില്ല. All 4 of you on your toes. Yes sir. Silence. Up on the chair. Up. കണ്ടിട്ടൊരു പണിഷ്മെന്റ് ലുക്കിലല്ലോടാ. ആ കൈ കൂടെ പൊക്കിയ. Hands up. And stay like this till evening. ഇനി എന്നൊക്കെ ലേറ്റ് ആയിട്ട് വരുന്നോ അന്നൊക്കെ നിനക്കുള്ള പണിഷ്മെന്റ് ഇതാ. Understood? Idiots. Yes sir. Shut up. Let's continue. And the reminder is 0. good. Next problem. 82 divide by 10. വർക്ക് ചെക്ക് ചെയ്തോ? ഇല്ല, മറന്നുപോയി തോന്നുന്നു. 8 into 10. 80. സാർ, ഹോംവർക്ക്. Oh yes, I forgot. You collect all notebooks. Ryan Phillip, look straight Ryan. സമയത്ത് സ്കൂളിലും വരില്ല, ഹോംവർക്കും ചെയ്യില്ല. നീയൊക്കെ എന്തിനാണ് കെട്ടി ഒരുക്കി ഇങ്ങോട്ട് വരുന്നത്? 5ാം ക്ലാസ്സിലായി, മൾട്ടിപ്ലിക്കേഷൻ പോലും അറിയില്ല. വാട്ട് ഇസ് 9 into 4? വാട്ട് ഇസ് 9 into 4? ആൻസർ മീ റയൻ. I asked you 9 into 4. ഞാൻ ഇതുപോലെ വല്ല റയാൻ ബട്ടർഫ്ലൈ ആയിട്ടോ റയാൻ ഉറുമ്പായിട്ടോ ജനിച്ചാ മതിയായിരുന്നു. സ്കൂളിൽ പോണ്ട, ഹോംവർക്ക് ചെയ്യണ്ട. എന്തിനാ ദൈവമേ നീ മനുഷ്യനായി സൃഷ്ടിച്ചത്? അതുകൊണ്ട് നിനക്കിപ്പോ എന്താ പറ്റിയേ? ആരാ? എല്ലാവരും കണക്കാ. ഒരു 10,000 പ്രാവശ്യം വിളിക്കും, എന്നിട്ട് നേരിട്ട് കാണുമ്പോ ചോദിക്കും ആരാണ്. ഗോഡാണോ? അപ്പൊ ഗോഡ് ഇങ്ങനെയാണോ? ആക്ച്വലി നിന്റെ പ്രശ്നം എന്താ? ഞാൻ ഇങ്ങനെ ആയതാണോ, അതോ നിന്നെ മനുഷ്യനാക്കി സൃഷ്ടിച്ചത് എന്തിനാണെന്നോ? എനിക്കൊരു പ്രശ്നമില്ല. ഓ, നിന്നെ ഞാൻ മനുഷ്യനാക്കി സൃഷ്ടിച്ചത് എന്തിനാണ് എന്നുള്ളതിന്റെ ഉത്തരം ഇതിലുണ്ട്. ഇനി നീ ഹോംവർക്ക് ചെയ്യാതെ ഇങ്ങോട്ട് വന്ന I am telling you, you had it. നോക്കുന്നുണ്ടല്ലോ idiot. Go now.